എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന കമ്മീഷനുകൾ, വിവിധ സർക്കാർ പദ്ധതികൾ, നിയമങ്ങൾ എന്നിവയിൽ നിന്ന് കേരള PSCയുടെ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1956 നവംബർ 1. 1956 നവംബർ 1 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ഔദ്യോഗികമായി നിലവിൽ വന്നത്. കേരള സംസ്ഥാന രൂപീകരണത്തോടെയാണ് തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപമാറ്റം സംഭവിച്ച് ഇന്നത്തെ രീതിയിലുള്ള കേരള PSC ആയി മാറിയത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ പട്ടത്താണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? VK വേലായുധൻ. VK വേലായുധനായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂട്ടിച്ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു. ഈ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നത് ജസ്റ്റിസ് C കുഞ്ഞിരാമൻ ആയിരുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1998. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് സംസ്ഥാനത്ത് ഈ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് MM പരീത് പിള്ളയായിരുന്നു കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMAയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം സംസ്ഥാന തലത്തിൽ ഈ അതോറിറ്റി രൂപീകരിച്ചത്. നിയമപ്രകാരം അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് ഇതിന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത്. കേരള റവന്യൂ മന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ്? കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. കില എന്ന സ്ഥാപനമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനം. തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ഗവേഷണങ്ങൾ, കപ്പാസിറ്റി ബിൽഡിംഗ്, ശേഷി വികസനം എന്നിവ നടത്തുന്ന പ്രമുഖ സ്ഥാപനമാണിത്. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവിലാണ് ഇതിന്റെ പ്രധാന ആസ്ഥാനം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ. മുഖ്യമന്ത്രി ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും നേതൃത്വം നൽകാൻ ഒരു വൈസ് ചെയർമാനെ സർക്കാർ നിയോഗിക്കാറുണ്ട്. കേരളത്തിലെ പദ്ധതി നടത്തിപ്പും ഭരണപരമായ പുരോഗതിയും നിരീക്ഷിക്കുന്നതിനായുള്ള വെബ് അധിഷ്ഠിത മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS ഏതാണ്? പ്ലാൻ സ്പേസ്. പ്ലാൻ സ്പേസ് ആണ് കേരളത്തിലെ പദ്ധതി നടത്തിപ്പും ഭരണപരമായ പുരോഗതിയും നിരീക്ഷിക്കുന്നതിനായുള്ള വെബ് അധിഷ്ഠിത മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ DUKയുടെ സാങ്കേതിക സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. ഇതിന്റെ പരിഷ്കരിച്ച പതിപ്പായ പ്ലാൻ സ്പേസ് 2.0 ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ്, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ സൈറ്റ്, തണ്ണീർത്തടം ഏതാണ്? വേമ്പനാട് കോൾ തണ്ണീർത്തടം. വേമ്പനാട് കോൾ തണ്ണീർത്തടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ്, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടം. 2002 നവംബറിലാണ് ഇതിനെ റാംസർ സൈറ്റായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ റാംസർ സൈറ്റാണ് വേമ്പനാട് കോൾ തണ്ണീർത്തടം. ഒന്നാമത്തേത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2008. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസാക്കിയത് 2008
സംസ്ഥാനത്തെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും പരിവർത്തനവും രൂപമാറ്റവും തടയുന്നതിനും കാർഷിക വളർച്ചയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിനുമായാണ് ഈ നിയമം കൊണ്ടുവന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGA പ്രകാരം തൊഴിൽ ആവശ്യപ്പെട്ട് എത്ര ദിവസത്തിനകം ജോലി നൽകിയില്ലെങ്കിലാണ് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുള്ളത്? 15 ദിവസത്തിനകം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ആവശ്യപ്പെട്ട് 15 ദിവസത്തിനകം ജോലി നൽകിയില്ലെങ്കിലാണ് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുള്ളത്. നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച തീയതി മുതൽ അല്ലെങ്കിൽ തൊഴിൽ ആവശ്യപ്പെട്ട തീയതി മുതൽ 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകേണ്ടതുണ്ട്. ഇതിൽ പരാജയപ്പെട്ടാൽ തൊഴിലില്ലായ്മ വേതനം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. കേരളത്തിൽ നഗരപ്രദേശങ്ങളിലെ ദരിദ്രർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി AUEGS. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ് കേരളത്തിൽ നഗരപ്രദേശങ്ങളിലെ ദരിദ്രർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ നഗരപ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്കും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ അൺസ്കിൽഡ് വേതന തൊഴിൽ ഉറപ്പു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇത് ആവിഷ്കരിച്ചത്. കേരള സർക്കാരിന്റെ പ്രവാസി കാര്യവകുപ്പായ നോർക്ക രൂപീകരിച്ച വർഷം എന്നാണ്? 1996. കേരള സർക്കാരിന്റെ പ്രവാസി കാര്യവകുപ്പായ നോർക്ക രൂപീകരിച്ചത് 1996 ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാർ പ്രവാസികളുടെ ക്ഷേമത്തിനായി മാത്രമായി ഇത്തരമൊരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നത്. പിന്നീട് ഇതിന്റെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ വേണ്ടി 2002 നോർക്ക റൂട്ട്സ് എന്ന പൊതുമേഖലാ സ്ഥാപനവും നിലവിൽ വന്നു. തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനും സ്വയം തൊഴിലിനും ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സിന്റെ പദ്ധതി ഏതാണ്? NDPREM, നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ്. NDPREM ആണ് തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനും സ്വയം തൊഴിലിനും ധനസഹായം നൽകുന്ന നോർക്ക റൂട്ട്സിന്റെ പദ്ധതി. കുറഞ്ഞത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് സ്ഥിരമായി നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സഹായിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമേത്? 2012. പോക്സോ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2012. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി കൊണ്ടുവന്ന ഈ നിയമം രാജ്യത്ത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2012 നവംബർ 14 മുതലാണ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന നിയമം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും ഉറപ്പാക്കുന്ന നിയമം നിലവിൽ വന്ന വർഷം 2007. കേന്ദ്ര സർക്കാർ ഈ നിയമം 2007 ഡിസംബറിൽ വിജ്ഞാപനം ചെയ്തതിനെ തുടർന്ന് കേരളത്തിൽ ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കാൻ തുടങ്ങിയത് 2008 മുതലാണ്. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും അവരുടെ മക്കളിൽ നിന്നോ അവകാശികളിൽ നിന്നോ നിയമപരമായ സംരക്ഷണവും ജീവനാംശവും ഉറപ്പു നൽകുന്നതാണ് ഈ നിയമം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ജില്ലാതലത്തിൽ രൂപീകരിക്കുന്ന നിയമപരമായ സമിതി ഏതാണ്? ശിശുക്ഷേമ സമിതി CWC, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സംരക്ഷണവും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ജില്ലാതലത്തിൽ രൂപീകരിക്കുന്ന നിയമപരമായ സമിതിയാണ് ശിശുക്ഷേമ സമിതി CWC. ഒരു മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ സമിതിയിൽ ഒരു ചെയർപേഴ്സണും കുട്ടികളുടെ കാര്യങ്ങളിൽ വിദഗ്ധരായ 4 അംഗങ്ങളുമുണ്ട്. ഇതിലൊരാൾ നിർബന്ധമായും സ്ത്രീ ആയിരിക്കണം. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി ഏതാണ്? ആശ്വാസ കിരണം പദ്ധതി. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ഈ പദ്ധതി പ്രകാരം കിടപ്പിലായ രോഗികളെ പൂർണ്ണ സമയവും പരിചരിക്കുന്നത് വഴി മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാൻ സാധിക്കാത്ത വീട്ടിലെ സഹായിക്ക് പ്രതിമാസം ധനസഹായം നൽകി വരുന്നു. കേരളത്തിലെ ദരിദ്ര നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി 1998 ആരംഭിച്ച പദ്ധതി ഏതാണ്? കുടുംബശ്രീ. കുടുംബശ്രീ പദ്ധതിയാണ് കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി 1998
ആരംഭിച്ച പദ്ധതി. 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതി ഏതാണ്? അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി, EPEP, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ്, EPEP. അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളത്തിലെ അതിദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പ്രത്യേക പദ്ധതി. 2021 ആരംഭിച്ച ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത കണ്ടെത്തിയ ഓരോ അതിദരിദ്ര കുടുംബത്തിൻ്റെയും കൃത്യമായ ആവശ്യങ്ങൾ, ഭക്ഷണം, ആരോഗ്യം, പാർപ്പിടം, ജീവനാംശം എന്നിവ മനസ്സിലാക്കി അവർക്കായി പ്രത്യേക വ്യക്തിഗത പദ്ധതികൾ തയ്യാറാക്കി സഹായം നൽകുന്നതിലാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? 2005. 2005 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. കേന്ദ്ര വിവരാവകാശ നിയമം RTI ആക്ട് 2005 അനുസരിച്ചാണ് സംസ്ഥാനത്ത് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.